രാജ്യങ്ങളെ പിടിച്ചുകുലുക്കി അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂകമ്പം. പാകിസ്ഥാനിൽ മരണസംഖ്യ 70 കടന്നു. ഇന്ത്യയിൽ ശ്രീനഗറും ദില്ലിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഭൂചലനം രേഖപ്പെടുത്തി. ദില്ലിയിൽ ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും ജനങ്ങൾ ഇറങ്ങിയോടി. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ നിന്നും വടക്ക് 256 കിലോമീറ്റർ ദൂരത്തുള്ള ഹിന്ദുക്കുഷ് മേഖല പ്രഭവസ്ഥാനമാക്കിയാണ് വൻ ഭൂചലനമുണ്ടായത്. ഇന്ത്യൻ സമയം 2:39 റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂമികുലുക്കത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും കുലുങ്ങി. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തി. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് പേർക്ക് പരിക്കുപറ്റി. അഫ്ഗാനിസ്ഥാനിലും വൻ നാശം വിതച്ചു. തക്കാർ പ്രവിശ്യയിൽ സ്കൂൾ കെട്ടിടം തകർന്ന് 12 വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ടു. അനൌദ്യോഗിക കണക്ക് പ്രകാരം മരണസംഖ്യ 100 കടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ശ്രീനഗറിൽ ഭൂമികുലുക്കത്തെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഫോൺ ലൈനുകളും തകരാറിലായി. ഹിമാചൽ പ്രദേശ്, ഹരിയാന, ബീഹാർ, പഞ്ചാബ്, ദില്ലി സംസ്ഥാനങ്ങളെ കാര്യമായി ഭൂമികുലുക്കം ബാധിച്ചു. മിനിറ്റുകളോളം കുലുക്കം നീണ്ടുനിന്നു. ദില്ലിയിൽ ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്നും ജനങ്ങൾ ഇറങ്ങിയോടി. ദില്ലി മെട്രോയുടെ പ്രവർത്തനം അല്പസമയത്തേക്ക് നിർത്തിവെച്ചു. സൈന്യത്തോട് സർവ്വസജ്ജരായിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയുടെ ബറ്റാലിയനുകളും സജ്ജമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് സഹായം വാഗ്ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധോലോക പിടികിട്ടാപ്പുള്ളി ഛോട്ടാ രാജൻ അറസ്റ്റിൽ. ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിന്നാണ് അറസ്റ്റിലായത്. നിരവധി അധോലോക കൊലപാതകങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഛോട്ടാ രാജൻ ദശാബ്ദങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇന്റർപോളിന്റെ അറസ്റ്റിലായത്. ഛോട്ടാ രാജന്റെ അറസ്റ്റ് CBI ഡയറക്ടർ സ്ഥിരീകരിച്ചു. ഒരു കാലത്ത് ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കയും ദാവൂദിന്റെ ഡി കമ്പനിയിലെ പ്രമുഖനുമായിരുന്ന പിടികിട്ടാപ്പുള്ളിയാണ് ഛോട്ടാ രാജൻ. ദാവൂദുമായി തെറ്റിപ്പിരിഞ്ഞതു മുതൽ ഇയാളെ തീർക്കാൻ അവസരം പാർത്ത് കഴിയുകയായിരുന്നു ദാവൂദിന്റെ ആളുകൾ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ മറ്റൊരു പേരിൽ കഴിഞ്ഞിരുന്ന ഛോട്ടാ രാജൻ അവിടെ നിന്ന് ഇന്തോനേഷ്യയിലെ ബാലിയിലുള്ള റിസോർട്ടിൽ പോകാനായി വിമാനത്തിൽ വന്നിറങ്ങുമ്പോഴായിരുന്നു അറസ്റ്റ്. ഇന്റർപോളാണ് ഇന്തോനേഷ്യൻ പോലീസിന് രഹസ്യ വിവരങ്ങൾ നൽകിയത്. സിഡ്നിയിൽ നിന്ന് ബാലിയിലെ റിസോർട്ടിലെത്തിയ ഉടനെയായിരുന്നു അറസ്റ്റെന്ന് ബാലി പോലീസ് വക്താവ് ഹെൻറി വിയാൻഡോ പറഞ്ഞു. കൊലപാതക കേസുകളെ തുടർന്ന് റെഡ് നോട്ടീസിലുള്ള ഛോട്ടാ രാജൻ കുറച്ചു ദിവസമായി കാൻബറയിലുണ്ടെന്ന വിവരമുണ്ടായിരുന്നു. ഛോട്ടാ രാജനെ പിടികൂടിയതായി ഇന്ത്യയെ ഇന്റർപോൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 20 കൊലപാതക കേസുകളിൽ പ്രതിയായ ഛോട്ടാ രാജൻ നിരവധി തീവ്രവാദ കേസുകളിലും പ്രതിയാണ്. ഛോട്ടാ രാജനെ പിടികൂടാൻ ഇന്ത്യ ഓസ്ട്രേലിയയുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറാൻ കരാറുകൾ നിലവിലുള്ളതിനാൽ ഛോട്ടാ രാജനെ വിട്ടുകിട്ടാൻ തടസ്സങ്ങൾ ഉണ്ടാവില്ലെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്. നീന്തലറിയാവുന്ന സ്വാമി ശാശ്വതീകാനന്ദ എങ്ങനെ മുങ്ങി മരിച്ചുവെന്ന് ഹൈക്കോടതി. പുനരന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കാൻ ജസ്റ്റിസ് B. കമാൽ പാക്ഷ സർക്കാരിന് നിർദ്ദേശം നൽകി. എന്നാൽ സ്വാമിയുടേത് ജലസമാധിയല്ലെന്നും അന്വേഷണം വേണമെന്ന് R. ബാലകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു. ശാശ്വതീകാനന്ദയുടെ മരണം പുനരന്വേഷിക്കാൻ സർക്കാർ എതിരല്ലെന്നും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പുനരന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് രേഖാമൂലം കത്ത് നൽകിയെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ വ്യക്തമാക്കി. നീന്തലറിയാവുന്ന സ്വാമി എങ്ങനെ മുങ്ങിമരിച്ചുവെന്ന സംശയമാണ് ജസ്റ്റിസ് B. കമാൽ പാഷ പ്രകടിപ്പിച്ചത്. 3 സാഹചര്യങ്ങളിലാണ് നീന്തലറിയാവുന്ന ഒരാൾ മുങ്ങിമരിക്കുകയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തലയ്ക്കടിയേൽക്കുകയോ, നീന്തി തളർന്ന് കൈകാലുകൾ കുഴയുകയോ, വിഷാംശം ഉള്ളിൽ ചെല്ലുകയോ വേണം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ പോലീസിനു വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ T. അസിഫ് അലിക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, പുതിയ വെളിപ്പെടുത്തലുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പുനരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചു. 6 SP-മാർ നേരിട്ട് കേസന്വേഷിച്ചതാണെന്നും സർക്കാർ കോടതിയിൽ വിശദീകരിച്ചു. എന്നാൽ സാക്ഷിമൊഴികളോ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയിട്ടില്ലെന്ന വിവരം ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ഇതിനെ തുടർന്ന് വിശദീകരണ പത്രിക സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന് 2 ആഴ്ച സമയവും അനുവദിച്ചു. ഇതിനിടെ ശാശ്വതീകാനന്ദയുടെ മരണം ജലസമാധിയല്ലെന്ന് മുൻമന്ത്രി R. ബാലകൃഷ്ണപിള്ള പറഞ്ഞു. മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ലാതെ അഭിപ്രായം അംഗീകരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ശാശ്വതാനന്ദ സ്വാമി ഭയങ്കരമായി നീന്തറിയാവുന്ന ആളായിരുന്നു. അദ്ദേഹം നീന്ത് പഠിച്ചത് മണക്കാട്ടിക്കരയില. എന്നോട് അദ്ദേഹം പറയും, പള്ളിക്കുടുത്തി പോകുന്ന സമയം മുതൽ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നിക്കറും സ്ലേറ്റ് ഒന്ന് സ്ലേറ്റ് പുസ്തകമൊക്കെ കരയെ വെച്ചതിന് ശേഷം അദ്ദേഹം അക്കരയ്ക്കര നീന്ത് വരുന്നു മണക്കാട്ടിക്കരയിൽ. പിന്നെ അദ്ദേഹം നല്ല നീന്തൽ വിദഗ്ധരായിരുന്നു. അദ്ദേഹം നീന്താൻ അറിയാവുന്ന ആൾ പുഴയിലെങ്ങനെ മുങ്ങി മരിച്ചതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കാര്യം 3 തരം, അതായത് സ്വയം സമാധി സ്വീകരിക്കില്ല എന്ന് എനിക്ക് 3 തരം അഭിപ്രായം. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വളരെ ദുരൂഹമാണ്. ഇത് ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ, ചെയ്തതാണോ, വിഷം ചേർത്തതാണോ, പിടിച്ചു കെട്ടിയതാണോ, തലക്കടിച്ചാണോ ഒന്നും എനിക്കറിയില്ല. മരിക്കുന്നതിന് തലേ ദിവസം സ്വാമി ശാശ്വതീകാനന്ദ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നുവെന്നും ബാലകൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടി.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. വെള്ളാപ്പള്ളിയുടെയും കുടുംബാംഗങ്ങളുടെയും മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെതിരെയും വിദേശ നാണയ വിനിമയ ചട്ട ലംഘനത്തിനെതിരെയും കേസെടുക്കാൻ സർക്കാർ തയ്യാറാകാത്തത് സ്വാർത്ഥ താൽപര്യം മുൻനിർത്തിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ UDF BJP കൂട്ടുകെട്ടിലെ മധ്യസ്ഥനാണ് വെള്ളാപ്പള്ളിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കി. അത് ഉമ്മൻചാണ്ടി ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന് കാണണ്ട. ഉമ്മൻചാണ്ടി പ്രതീക്ഷിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ സഹായത്തോടു കൂടി RSS കുറച്ച് ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ ആ ശക്തി തനിക്ക് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ദുഷ്ടലാക്കോടെയാണ് ഉമ്മൻചാണ്ടി കാര്യങ്ങൾ നീക്കുന്നത്. അതിൻ്റെ ഫലം എന്താ? ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കൊന്നും അന്വേഷണം വ്യാപിക്കരുത് എന്ന തരത്തിൽ തന്നെ തടയിടാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങളുണ്ടാകും. UDFും BJPയുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ മധ്യസ്ഥനാണ്, ഇടനിലക്കാരനാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് രംഗമൊരുക്കാനാണ് SNDP ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറയുന്ന പാർട്ടിയുടെ ഭരണഘടന തയ്യാറായി കൊടുക്കാൻ ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രാജൻ ബാബുവിനെയാണ്, അഡ്വക്കേറ്റ് രാജൻ ബാബു. ഇത് അവർ തമ്മിലുള്ള രഹസ്യബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെ കുറിച്ചുള്ള VSന്റെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരാതി ഹോം സെക്രട്ടറിയുടെ പരിഗണനയിലാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി. പിണറായി വിജയന്റെയോ CPMന്റെയോ മതേതര സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കേണ്ട ആവശ്യവുമില്ല. പരാജയ ഭീതി കൊണ്ട് മാത്രമല്ല, അതിന്റെ പേരിൽ 2 മതേതര വോട്ടുകൾ കിട്ടുമോ എന്നുള്ള പരീക്ഷണമാണ്. അത് നടക്കാൻ പോകുന്നില്ല. ആ വേലയൊക്കെ ജനങ്ങൾക്കറിയാവുന്നതാണ്. അത്തരം തന്ത്രങ്ങളൊന്നും അതൊക്കെ വളരെ പഴയ തന്ത്രങ്ങളാണ്. അതൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. ഈ മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് VSന്റെ പരാതി അട്ടിമറിക്കപ്പെടുന്നു എന്നാണ് അവരുടെ ആരോപണം. അങ്ങനെ ഒരു അട്ടിമറിക്കപ്പെടില്ല എന്നൊരു ഉറപ്പ് ആഭ്യന്തരമന്ത്രിക്ക് പറയാൻ പറ്റും? പ്രതിപക്ഷ നേതാവിന്റെ പരാതി അട്ടിമറിക്കപ്പെടുന്ന പ്രശ്നമില്ല. പക്ഷെ അത് നിയമപരമായി പരിശോധിച്ചേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് നിയമപരമായി ഗവൺമെന്റ് പരിശോധിക്കും. പരിശോധിച്ച ശേഷം എന്ത് നടപടികൾ വേണമെന്ന് തീരുമാനിക്കും. കുവൈറ്റിലേക്ക് ഇന്ത്യൻ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ കുവൈറ്റ് മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഈ വർഷം ഡിസംബറിൽ കുവൈറ്റ് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ആദ്യ ബാച്ചിന്റെ റിക്രൂട്ട്മെന്റിനായി കേരളത്തിലെത്തും. 3000 പേരെയാണ് ആദ്യഘട്ടത്തിൽ കുവൈറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഫരീദാബാദിൽ 10 വയസ്സുകാരി ക്ഷേത്രത്തിനുള്ളിൽ ബലാത്സംഗത്തിനിരയായി. ക്ഷേത്ര ജീവനക്കാരനാണ് ബലാത്സംഗം ചെയ്തത്. വിഗ്രഹത്തിൽ ചാർത്താനുള്ള വസ്ത്രം എടുത്തുകൊണ്ടുവരാൻ പൂജാരി പെൺകുട്ടിയെ അയച്ചപ്പോൾ പിന്തുടർന്നെത്തിയ ബണ്ടി എന്നയാൾ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ പരാതി. പെൺകുട്ടി ഒച്ച വെച്ചപ്പോൾ വായ് പൊത്തിപ്പിടിക്കുകയും പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ബണ്ടി ഒളിവിലാണ്. അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ദാദ്രി ഹരിയാന കൂട്ടക്കൊലകളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൗനം BJPയെയും RSSനെയും പിന്താങ്ങുന്നതിന് തുല്യമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. UDFന്റെ ഭാഗമാണ് ലീഗെന്നും ലീഗിനെ സംബന്ധിച്ച വ്യാമോഹം CPIM വെച്ചു പുലർത്തുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഈ ദാദ്രി സംഭവം, ഹരിയാനയിലെ കൂട്ടക്കൊല, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും അപലപിക്കുന്ന കാണുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ശബ്ദം എവിടെയും കേട്ടില്ല. എന്തുകൊണ്ടാണത്? പ്രതികരിക്കാൻ കഴിയാതിരിക്കുന്നത് RSSനെയും സംഘപരിവാറിനെയും പിന്താങ്ങുന്നതിന് തുല്യമാണ്. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണോ അല്ലയോ എന്നതല്ല പ്രശ്നം. രാജ്യം നേരിടുന്ന RSS ഭീഷണിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ന്യൂനപക്ഷ വർഗീയതയുടെ മൂർത്തിമത് ഭാവമാണ് SDP എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് മുസ്ലിം ലീഗ് വർഗീയമാണോ വർഗീയമല്ലേ എന്നുള്ളതല്ല. RSS ഉയർത്തുന്ന വർഗീയ പ്രശ്നങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാന പ്രശ്നം. അപ്പോൾ UDFന്റെ ഏറ്റവും പ്രധാന ശക്തിയായിട്ട് ഇന്ന് ലീഗ് നിൽക്കുകയല്ലേ. ആ ലീഗിനെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? അവരെക്കുറിച്ച് വേണ്ടാത്ത വ്യാമോഹമൊന്നും ഞങ്ങളാരും വെച്ച് പുലർന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് VS നയിക്കുമെന്ന CPI നേതാവ് C. ദിവാകരന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയപ്പോൾ പിണറായി വിജയന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. എന്നെപ്പോലെ CPIക്ക് പുറത്തുള്ള ഒരാൾ, ദിവാകരൻ 2 ടേം മത്സരിച്ചതാണ്. അതുകൊണ്ട് ഈ വളരെ നല്ല രീതിയിൽ മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തിരുന്നിട്ട് നല്ല ക്യാമറായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ CPI ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് CPIയുടെ പ്രതികരണം എന്തായിരിക്കും? ദിവാകരൻ്റെ പ്രതികരണം എന്തായിരിക്കും? അതൊരു വിടുവായത്തായിട്ട് മാത്രമല്ലേ എടുക്കൂ. ശ്രീനാരായണീയരെ ഒരാളുടെയോ ഏതാനും സമ്പന്നരുടെയോ പോക്കറ്റിലാക്കാനാവില്ല എന്ന് വെള്ളാപ്പള്ളി നടേശന് ചുരുങ്ങിയ കാലം കൊണ്ട് വ്യക്തമായതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ദില്ലി കേരള ഹൌസിൽ ബീഫിന്റെ പേരിൽ സംഘർഷം. പശുവിറച്ചി വിൽക്കുന്നെന്നാരോപിച്ച് ദില്ലി പോലീസ് കേരള ഹൌസിൽ റെയ്ഡ് നടത്തി. ജീവനക്കാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിന്മാറി. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് മനുശങ്കർ ചേരുന്നു. മനു, ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ എന്താണ്? മരിയ, ദില്ലിയിലടക്കമുള്ള മലയാളികൾക്ക് നിരന്തരം ഇത്തരത്തിൽ കേരളീയ ഭക്ഷണം ലഭിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നായ ദില്ലി കേരള ഹൗസിലായിരുന്നു ഇത്തരത്തിൽ ബീഫിന്റെ പേരിൽ ഒരു സംഘർഷം അരങ്ങേറിയത്. ബീഫിന്റെ മറവിൽ ഗോമാംസം വിൽക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ദില്ലി പോലീസ് കേരള ഹൗസിലേക്ക് പ്രത്യേകിച്ച് അനുവാദങ്ങളൊന്നും ഇല്ലാതെ കേരള ഹൗസിലെ ക്യാൻറ്റീനിൽ റെയ്ഡ് നടത്തിയത്. തുടർന്ന് ജീവനക്കാരുടെ കടുത്ത പ്രതിഷേധമുണ്ടായി. തുടർന്ന് സ്ഥലത്ത് കനത്ത സംഘർഷാവസ്ഥ രൂപപ്പെടുകയും ഇതിനെ തുടർന്ന് പോലീസ് പിൻവാങ്ങുകയുമായിരുന്നു. RSSകാരായ 3 അംഗ സംഘം, പ്രത്യേകിച്ച് ഒരു മലയാളി ഉൾപ്പെടുന്ന 3 അംഗ സംഘമാണ് കേരള ഹൗസിലേക്ക് എത്തുകയും തുടർന്ന് ഇവിടെ ബീഫ് വിൽക്കുവാൻ അനുവദിക്കില്ലെന്ന് ആക്രോശിച്ചുകൊണ്ട് ഇവർ മൊബൈലിൽ തന്നെ ആ കേരള ഹൗസിലുള്ള ബീഫിന്റെ വിലവിവര പട്ടിക അടങ്ങിയ മെനു ബോർഡിൽ മൊബൈലിൽ ദൃശ്യങ്ങളായി പകർത്തി. തുടർന്ന് ഈ മൊബൈൽ ദൃശ്യങ്ങളടക്കം ദില്ലി പോലീസ് മുമ്പാകെ പരാതി ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ദില്ലി പോലീസ് കേരള ഹൗസിലെ ക്യാൻറ്റീനിൽ റെയ്ഡ് നടത്താൻ എത്തിയത്. എന്നാൽ ദില്ലി സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ബീഫ് നിരോധനം നിലവിലുള്ളതല്ല. അതിനാൽ തന്നെ ബീഫ് നിരോധനം നിലവിലില്ലാത്ത സംസ്ഥാനത്തൊരു ബീഫ് വിൽപ്പന ഹോട്ടലിലൂടെ, പ്രത്യേകിച്ച് ക്യാൻറ്റീനിലൂടെ, പ്രത്യേകിച്ച് കേരള ഹൗസ് പോലുള്ളൊരു സ്ഥലത്ത് വിൽപ്പന നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ജീവനക്കാർ ഉന്നയിച്ചു. തുടർന്ന് എല്ലാ ജീവനക്കാരും സ്ഥലത്ത് സംഘടിച്ചെത്തുകയും ഈ പോലീസിനെ 30 അംഗ പോലീസ് സംഘം സ്ഥലത്തെത്തിയതിനെ തുടർന്ന് 30 അംഗ പോലീസ് സംഘത്തെയും തടഞ്ഞുകൊണ്ട് കടുത്ത പ്രതിഷേധമുയർത്തുകയും ചെയ്യുകയായിരുന്നു. ഈ സമയത്തും ഈ 3 അംഗ സംഘങ്ങൾ ബീഫ് വിൽക്കാൻ അനുവദിക്കില്ലെന്ന് ആക്രോശിച്ചുകൊണ്ട് സ്ഥലത്ത് സന്നിഹിതരുമായിരുന്നു. ഇതിനെ തുടർന്നാണ് ജീവനക്കാർ കടുത്ത പ്രതിഷേധമുയർത്തിയതും തുടർന്ന് ഈ കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ പോലീസുകാർ പിൻവാങ്ങേണ്ടി വരികയും ചെയ്തത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ബീഫ് നിരോധനം നടപ്പാക്കണമെന്ന് ഇത്തരത്തിലുള്ള ജീവനക്കാർ, പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ പലതരത്തിലുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇത് ജനങ്ങളുടെ അടക്കമുള്ള കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് വീണ്ടും ഇത് അനുവദിക്കാതിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്ത് പലയിടത്ത് ഇത്തരത്തിൽ ബീഫ് നിരോധനം നടപ്പിലാക്കുന്നതിന് ഭാഗമായി പ്രത്യേകിച്ച് കേരളീയ വിഭവം തന്നെ വിൽക്കുന്ന കേരള ഹൗസിലേക്കും ദില്ലി പോലീസ് കടന്നു കയറി ബീഫ് വിൽക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു റെയ്ഡ് നടത്തിയിരിക്കുന്നത്. മറിയ, ഇതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ദില്ലി മലയാളി നിവാസികൾക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകൾ ഇത്തവണ BJP നേടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ലീഗിന്റേത് വർഗീയ വിരുദ്ധ നിലപാടെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നേതൃത്വത്തിന്റെ കൂടി വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നേതൃത്വത്തിന്റെ കൂടി വിലയിരുത്തലാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിരിക്കുന്ന ഭരണകൂടത്തിന്റെ കൂടി വിലയിരുത്തലായി സ്വാഭാവികമായിട്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വിമതർ തന്നെയെന്നായിരുന്നു KPCC പ്രസിഡന്റ് VM സുധീരന്റെ പ്രതികരണം. വിമതരായോ റബലായോ മത്സരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്തവരിൽ നടപടി സ്വീകരിച്ചാൽ ആ നടപടി പിന്നെ പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി UDF ഇറക്കിയ പോസ്റ്ററിൽ നിന്ന് കൺവീനർ PP തങ്കച്ചനെ ഒഴിവാക്കിയതിൽ പരാതിയുമായി I ഗ്രൂപ്പ് രംഗത്തെത്തി. എന്നാൽ തന്നെ ഒഴിവാക്കിയതിൽ പ്രതികരിക്കാനില്ലെന്ന് തങ്കച്ചൻ വ്യക്തമാക്കി. പിണറായിയുടെ BJP വിരോധം അവസരവാദപരമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ലീഗിന്റേത് വർഗീയ വിരുദ്ധ നിലപാടെന്ന് കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വോട്ടുകൾ ഇത്തവണ നേടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ UDFനെയും BJPയും തറപറ്റിക്കുക, അതിനുശേഷം നമുക്ക് മറ്റതിനെപ്പറ്റി ആലോചിക്കാം. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ ഓരോ അസംബ്ലി സീറ്റിലെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിക്കും. ആ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ നേതൃത്വമാകാൻ പറ്റുന്ന ആളും ആ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. എന്നാൽ മൂന്നാം മുന്നണി എന്നത് ഊതിപ്പെരിപ്പിച്ച ഒന്നാണെന്നും SNDP BJP കൂട്ടുകെട്ട് ഇടതുപക്ഷത്തിന് വെല്ലുവിളിയല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. രാജ്യത്ത് കോൺഗ്രസിന്റെ നയം BJP ശക്തമായി നടപ്പാക്കുന്നുവെന്ന് പിണറായി വിജയൻ. ലാഭത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ UDF സർക്കാർ തകർത്തുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി.